ഏണസ്റ്റിന് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ഏണസ്റ്റ് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് നേടാൻ കഴിഞ്ഞതും ഇങ്ങനെ 4th റാങ്ക് കിട്ടിയതും. എല്ലാം ഇല്ലെങ്കിൽ എനിക്ക് തീർച്ചയായും പറ്റില്ലായിരുന്നു. ഹലോ, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് കേരള PSC കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന റാങ്ക് ലിസ്റ്റിൽ 4th റാങ്ക് ലഭിച്ച തുളസി സി ആണ്. വെൽക്കം ടു അവർ സെഷൻ. താങ്ക് യു സർ. 2021 ഈ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. 15,055 പേരായിരുന്നു ഈ തസ്തികയിലേക്ക് ആകെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു നമ്പറിൽ നിന്നും 4th റാങ്ക് എന്ന് പറഞ്ഞ ഒരു സുവർണ നേട്ടം കൈവരിക്കുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പം ഈ ഒരു നേട്ടം കൈവരിച്ചതിന് ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. അപ്പം തുളസി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് തുളസി. ഈ കഴിഞ്ഞ പോളിടെക്നിക് ലെക്ചർ കമ്പ്യൂട്ടർ സയൻസ് PSCയിൽ 4th റാങ്ക് നേടാൻ കഴിഞ്ഞു. എന്റെ വീട് ഷൊർണൂരാണ്. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഞാൻ ബിടെക്കിന് ചേർന്നത്. 2008 ഞാൻ ബിടെക് പാസ് ഔട്ട് ആയത്. അതിനുശേഷം 1 വർഷത്തോളം ഞാൻ ഗസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇപ്പൊ UAE താമസിക്കുന്നത്. 10 വർഷമായി ഇവിടെ താമസിക്കുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തത്? ആദ്യത്തെ എക്സാം ആയിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇതിന് മുന്നേ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യമായിട്ടാണ് ഒരു PSC എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് എങ്ങനെയായിരുന്നു തയ്യാറെടുപ്പുകൾ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, 2008 പാസ് ഔട്ട് ആയതാണ്. അതിനുശേഷം എനിക്ക് സബ്ജക്ട്സ് ആയിട്ട് യാതൊരുവിധ ടച്ചും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഞാൻ ഏണസ്റ്റ് അക്കാദമിയുടെ ഈ കോച്ചിങ്ങിനെ കുറിച്ച് യൂട്യൂബ് വഴിയാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെ കാരണം 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഒരു ടച്ചും ഇല്ലാത്ത കാരണം എന്തായാലും ഒരു കോച്ചിങ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കോച്ചിങ്ങിന് ചേർന്നതും. പിന്നെ ഇത് മാത്രമായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, ഈ നോട്ട്സും പിന്നെ ഈ ടെസ്റ്റ് സീരീസും എല്ലാം. പിന്നീട് സാറുമാര് പറഞ്ഞു തരുന്ന ആ രീതിയിലൂടെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ എക്സാം പ്രിപ്പയർ ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നമ്മൾ നേരിടാൻ സാധ്യതയുണ്ടല്ലോ? ഫോർ എക്സാമ്പിൾ ടൈമിന്റെ ഒരു അവൈലബിലിറ്റി കുറവായത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ചിലപ്പോൾ വേണ്ട നമുക്ക് ലഭിക്കില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിരുന്നോ ഈ എക്സാമിനോട് തയ്യാറെടുത്തപ്പോൾ? എന്റെ കയ്യിൽ ഒരു മെറ്റീരിയലും ഉണ്ടായിരുന്നില്ല. ഫുള്ളും ഈ ഏണസ്റ്റിന്റെ കോച്ചിങ്ങും ഇതിന്റെ നോട്ട്സും ഇതിന്റെ ടെസ്റ്റ് സീരീസും മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ ടൈം, ആ സമയത്ത് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ചെറിയ മോൾക്ക് 2 വയസ്സായിരുന്നു. അപ്പൊ എനിക്ക് ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പിന്നെ പഠിക്കാനിരിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അവള് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മൂത്ത മോളോട് ഞാൻ പറഞ്ഞ്, അവളാണ് ചെറിയ ആളെ നോക്കിയിരുന്നത്. അങ്ങനെ ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പഠിക്കാൻ ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മെറ്റീരിയൽസ് ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു പ്രശ്നം. സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടൊക്കെ അല്ലായിരുന്നു പ്രിപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? ഏണസ്റ്റ് അക്കാദമിയുടെ സ്റ്റഡി പ്ലാൻ ആയിരുന്നോ കംപ്ലീറ്റ്ലി ബേസ് ചെയ്ത്? ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു റിവിഷൻ ഷെഡ്യൂൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു 3 മാസത്തെ ഷെഡ്യൂൾ ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ടോപ്പിക് വൈസ്. പിന്നെ അപ്പൊ ഓരോ ഡേറ്റും തന്നിട്ട് ടോപ്പിക് പഠിച്ച് അതിന്റെ മോക്ക് ടെസ്റ്റ്, അങ്ങനെ ഒരു 3 മാസത്തോളം ഉള്ള ഒരു ഷെഡ്യൂൾ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഓക്കെ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 15,055 പേരായിരുന്നു ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് 4th റാങ്ക് ആണ് തുളസിക്ക് ഇപ്പൊ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു വലിയ റാങ്ക് ലഭിക്കാനായിട്ട് എന്തെങ്കിലും റാങ്ക് മേക്കിംഗ് ടിപ്സുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാനായിട്ട് അങ്ങനെ എനിക്കൊരു ടിപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാർമാര് പറഞ്ഞു തന്ന ആ മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ അത് അത്ര കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമുക്ക് പഠിച്ചു വന്ന് കുറെ ആയപ്പോൾ, ആദ്യം പിന്നെ കുറച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും സാർമാര് നോട്ട്സ് തരുന്നുണ്ട്, അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നുണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് പഠിച്ച് ഒരുപാട് എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അതില്ലാതെ പറ്റില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഏത് ക്ലാസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അത് ലൊക്കേറ്റ് ചെയ്യാൻ, ആ ഒരു ഡൗട്ട് എവിടെ നോക്കേണ്ടത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ തന്നെ എഴുതിയിട്ടുണ്ടായ ഒരു നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പൊ അങ്ങനെ നോട്ട്സ് എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോർമുലാസ് മാത്രമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു.
പിന്നെ സാറ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വിപിൻ സാർ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാറ് പറഞ്ഞു തന്ന ഒരു കാര്യമായിരുന്നു, നമുക്ക് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മൾ അത് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട്. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പം വിദ്യാർത്ഥികൾക്കിടയിൽ ഉള്ള ഒരു മെയിൻ ആശങ്കയാണ് വേക്കൻസി ഒക്കെ കുറവായിരിക്കും. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ 1-2 വേക്കൻസികളൊക്കെ കാണുന്നു. അപ്പം ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പം ഒരു ചിട്ടയായ ഒരു പഠന രീതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് മാക്സിമം റിവിഷൻ ഒക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കാമെങ്കിൽ ആർക്കും തന്നെ ഈ ഒരു നേട്ടം കൈവരിക്കാവുന്നുള്ളൂ അല്ലേ മിസ്? അതെ അതെ, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. നമ്മള് മോട്ടിവേഷൻ ഒക്കെ നമുക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ നമുക്ക് ഉണ്ടാവും, പിന്നീട് നമ്മളത് കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയാണല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളെ കിട്ടി. ഞങ്ങൾക്ക് ഫസീല മിസ് ആയിരുന്നു ഞങ്ങളുടെ മെന്റർ. മിസ് നമുക്ക് എപ്പോഴും ഇങ്ങനെ മോട്ടിവേഷൻ കോട്സ് അയച്ചു തരാറുണ്ട്. അത് ഭയങ്കര ഒരു നമുക്ക് എപ്പോഴെങ്കിലും ഡൗൺ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു കോട്സ് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് എനർജറ്റിക് ആവാനും വീണ്ടും ഒരു പഠിക്കാൻ തുടങ്ങാനൊക്കെ ഒരു നല്ലൊരു ഇതായിരുന്നു അത്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ആ മോട്ടിവേഷനും വേണം, ഒപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കും വേണം. നമ്മൾ ഒരു ദിവസം പഠിച്ചു പിന്നെ 2 ദിവസം പഠിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു ടച്ച് എപ്പോഴും സബ്ജക്ട്സ് ആയിട്ട് എപ്പോഴും ഒരു ടച്ച് വേണം. അതായത് കൺസിസ്റ്റൻസിക്ക് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് എന്റെ അർത്ഥം അല്ലേ? വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര സമയമൊക്കെ പഠിക്കാറുണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ രാവിലെ കുറച്ചു നേരം പഠിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കുറച്ചു നേരം പഠിക്കും, മക്കളെ സ്കൂൾ വിട്ടതിന് ശേഷം കുറച്ചു നേരം, അങ്ങനെ കുറച്ചായിട്ട് ഒരു ഓരോ മണിക്കൂർ ഇടയിൽ അങ്ങനെ പഠിച്ചു വരുമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം കൺസിസ്റ്റൻസിക്കാണ് പ്രാധാന്യം. അതായത് എത്ര സമയം പഠിച്ചു എന്നതിനുപരി നമ്മൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് എന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അല്ലേ? അതെ. അപ്പം ഇനിയും എക്സാം എഴുതാൻ പോകുന്നത് ഒരുപാട് എക്സാമ്പിൾ ഇനി കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്ത് വരാൻ പോകുന്നുണ്ട്. അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഈ 4th റാങ്ക് നേടിയ തുളസിയുടെ ഒരു മോട്ടിവേഷൻ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് ഒരു ദൃഢനിശ്ചയം മനസ്സിലുണ്ട്, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അവിടെ എത്തും എന്നുള്ളതിന് ഒരു തെളിവാണ് ഞാൻ. കാരണം എനിക്ക് തുടക്കത്തിൽ തീരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്കിത് പഠിച്ചെത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് തന്നെ നേടാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലോടുകൂടി ഞാൻ ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങിയത്. പിന്നീട് പഠിച്ച് നമ്മൾ എത്തിയപ്പോഴാണ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നെ നമ്മൾ അന്നുള്ള ക്ലാസ്സുകൾ ഞാൻ ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു മെയിൻ ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, പിന്നെ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഓക്കെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാറുണ്ടായിരുന്നു. നമ്മളത് ഒരു എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പം ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് ചെയ്യാറുണ്ടായിരുന്നു. അതെ, നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഏണസ്റ്റ് അതിന്റെ നോട്ട്സും അപ്ലോഡ് ചെയ്യും. പോരാത്തതിന് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അത് മാക്സിമം ഡിലേ ആവാതെ തന്നെ ഞാൻ അത് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ടെസ്റ്റ് സീരീസ് കുറെ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒരു തവണയെങ്കിലും നോക്കിയിട്ടാണ് എക്സാം എഴുതാൻ പോയിരിക്കുന്നത്. മോഡൽ എക്സാമുകൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറെ മോഡൽ എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഒരു തവണയെങ്കിലും നോക്കിയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഓക്കെ. ഏണസ്റ്റ് അക്കാദമിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ. കാര്യം ഏണസ്റ്റ് അക്കാദമിയുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുളസിയടക്കം ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്ത് റിവിഷൻ ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ പറഞ്ഞ ഉന്നതമായ റാങ്കുകൾ നേടാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? അതെ സർ, അതെ തീർച്ചയായും. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു റിവിഷൻ കൂടിയാണ്. നമ്മൾ മുന്നേ പഠിച്ച ഒന്ന് ഓടിച്ച് നോക്കാനും, അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്കൊന്ന് ഓർമ്മ വരും. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് ഒരു റിവിഷൻ തന്നെയാണ്, നല്ലൊരു കാര്യമാണ്. നമ്മൾ ജസ്റ്റ് നോട്ട്സ് മാത്രം പഠിച്ചേ കൊണ്ട് കാര്യമില്ല. നമ്മൾ നോട്ട്സ് എല്ലാം പഠിച്ചുണ്ടാക്കിയാൽ പോലും നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്.
മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. ഓരോ മൊഡ്യൂളും പഠിച്ചതിന് ശേഷം ആ ഓരോ മൊഡ്യൂളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്നതും എന്തുകൊണ്ടും ഉയർന്ന റാങ്കിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. അതെ, നമ്മൾ നോട്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം മിക്ക വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു പ്രധാന മണ്ടത്തരം തന്നെയാണ്. കാര്യം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകും, പക്ഷെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ഒരുപാട് വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പുറത്തു പോകുന്നത്, അല്ലെ? അതെ, നോട്ട്സ് നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയതിനു ശേഷം നമ്മൾ പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം തുടർച്ചയായിട്ട് ഈ ഒരു സെഷൻ ഇനി എക്സാം വരാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പം എന്തായാലും താങ്ക് യു ഫോർ ദ വാല്യുബിൾ ടൈം. താങ്ക് യു സർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഏണസ്റ്റിന് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ഏണസ്റ്റ് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് നേടാൻ കഴിഞ്ഞതും ഇങ്ങനെ 4th റാങ്ക് കിട്ടിയതും. എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും പറ്റില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.